ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ 555 ടാരോട്ട് ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഡിസ്കൗണ്ട് ഇന്നും കൂടി ഉള്ളൂ, ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഡിസ്കൗണ്ട് റീഡിങ് ഏപ്രിൽ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ്, വിഷു ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്. താല്പര്യമുള്ളവർക്ക് ഇന്നും കൂടി വരാവുന്നതാണ്. നാളെ മുതൽ അവൈലബിൾ ആയിരിക്കില്ല. ആൻഡ് ഓൾസോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. എത്രയും വേഗം ഈ വ്യക്തി ഇതാ നിങ്ങളുടെ അരികിലേക്ക് വരുന്നു. നീ എന്നെ ഓർത്ത് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിന്നെ ഞാൻ സന്തോഷിപ്പിച്ചിരിക്കും. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഈ വ്യക്തി നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ? എന്താണ് ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ എക്സാക്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ? ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് എന്തൊക്കെയാണോ ചിന്തിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങളെ സന്തോഷിപ്പിക്കണം എന്നുള്ള ആഗ്രഹം ഈ വ്യക്തിക്കുണ്ടോ? നിങ്ങളുടെ മാനസികാവസ്ഥ ഈ വ്യക്തി മനസ്സിലാക്കാൻ തയ്യാറാണോ? ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് എനർജിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു റിവേഴ്സ് ആയിട്ടുള്ള ഒരു എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഓൾസോ നമുക്ക് ആ ഒരു കാർഡ് നേരെ വെച്ചിട്ട് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. പുട്ടിങ് അതേഴ്സ് ഫസ്റ്റ്, കെയർ ടേക്കർ ആണ്. അതായത് മറ്റുള്ളവരെ പരിപാലിപ്പിക്കുക, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക, മറ്റുള്ളവരെ പരിപോഷിപ്പിക്കുക. ഈ ഒരു എനർജിയാണ് ഈ വ്യക്തിക്കുള്ളത്. അതായത് അങ്ങനത്തെ ഒരു മനോഭാവമാണ് ഈ വ്യക്തിക്കുള്ളത്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക, മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കുക, മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് നിൽക്കുക, മറ്റുള്ളവരുടെ ഉത്തരവാദിത്വവും കൂടെ ഈ വ്യക്തിയുടെ തലയിലേക്ക് എടുത്തു വെക്കുക. ഇങ്ങനെ ചെയ്യുന്ന ഒരു തരം സ്വഭാവമാണ് ഈ വ്യക്തിക്കുള്ളത്. അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സന്റെ സ്വന്തം ജീവിതത്തിൽ പ്രാധാന്യങ്ങൾ നൽകാനോ സ്വന്തം കാര്യങ്ങൾ മര്യാദക്ക് ചെയ്യാനോ ഉള്ള ഒരു മനക്കരുത്തോ മനോഭാവമോ അല്ലെങ്കിൽ അതിനെ ചൊല്ലിയുള്ള തീരുമാനങ്ങളോ അഭിപ്രായങ്ങളോ ഇഷ്ടങ്ങളോ ഒന്നും തന്നെ ഈ വ്യക്തിക്ക് ഇല്ലാതിരുന്ന ഒരു വ്യക്തിയാണ് ഈ പേഴ്സൺ എന്നാണ് പറയുന്നത്. ആൻഡ് ഓൾസോ ഇപ്പോ നിങ്ങളുടെ മനസ്സ് വിഷമിക്കുന്നത് ഈ വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഒരുപാട് പേർക്ക്, കാരണം എന്തൊക്കെയോ തിരിച്ചടികൾ ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റുള്ളവരെ സ്നേഹിക്കാൻ പോയത് കൊണ്ടും മറ്റുള്ളവരെ പല രീതിയിൽ സഹായിക്കാൻ പോയത് കൊണ്ടും ഈ വ്യക്തിക്ക് എന്തൊക്കെയോ തിരിച്ചടികളാണ് ഓർക്കാപ്പുറത്ത് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ പേഴ്സൺ ഇപ്പോൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കുന്നത് നിർത്തലാക്കണം, അല്ലെങ്കിൽ അത് കുറച്ചെടുക്കണം. മറ്റുള്ളവരെ പ്രാധാന്യം കൊടുക്കുന്നതും മറ്റുള്ളവരെ സഹായിക്കുന്നതും മറ്റുള്ളവരുടെ ഉത്തരവാദിത്വം കൂടി എടുത്ത് സ്വന്തം തലയിൽ വെക്കുന്നതൊക്കെ ഒന്ന് മാറ്റി നിർത്തണം. ഇല്ലെങ്കിൽ എനിക്ക് അത്ര നല്ലതാവില്ല എന്നുള്ളതിനെ കുറിച്ചാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഓൾസോ അത് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഈ പേഴ്സൺ ഇപ്പോൾ ഭയങ്കര ദുഃഖത്തിലാണ്. കാരണം നിങ്ങളെ വിഷമിപ്പിച്ചത് കൊണ്ടാണ്, അത് തന്നെയായിട്ടാണ് കാണിക്കുന്നത്. കാരണം പലപ്പോഴും നിങ്ങൾ ഈ പേഴ്സണോട് ഒന്ന് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൃത്യത വരുത്താനായിട്ട് നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ പലപ്പോഴും സംസാരിച്ച് ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്ന മണ്ടത്തരങ്ങള്, ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകുറ്റങ്ങള്, അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ഈ പേഴ്സണോട് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പലപ്പോഴും നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്, പലപ്പോഴും പരാജയപ്പെട്ടു പോയി എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് അത് ഓർത്തിട്ടുള്ള, അതായത് നിങ്ങൾ അത്രയും ഈ പേഴ്സണ് കെയർ കൊടുത്തല്ലോ, അത്രയും നിങ്ങൾ ഈ പേഴ്സണ് പ്രാധാന്യം കൊടുത്തല്ലോ, അപ്പോൾ അത് ഓർത്തിട്ടുള്ള ഒരു സങ്കടമാണ്, മനോവിഷമത്തിലൂടെയാണ് ഈ വ്യക്തി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഫോറസ്റ്റ് ടിയേഴ്സ് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള ഒരു സങ്കടത്തിലൂടെയാണ്, ഒരു കണ്ണീരിലൂടെയാണ് ഈ വ്യക്തി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അത് ഈ പേഴ്സൺ തന്നെ സ്വയം വരുത്തി വെച്ച ഒരു വിനയം കൂടിയാണ്. അതും ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഞാൻ കാരണമാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത്,
എനിക്ക് ആദ്യമേ കേട്ടാൽ മതിയായിരുന്നു, എനിക്ക് ആദ്യമേ അനുസരിച്ചാൽ മതിയായിരുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമത്തിലൂടെയാണ് ഈ പേഴ്സൺ ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ നമുക്ക് ഇവിടെ ഒരു ഡിവൈൻ ഗൈഡൻസ് നോക്കാം, ഒരു ഡിവൈൻ എനർജി നമുക്ക് നോക്കാം. പ്രപഞ്ചശക്തിയിൽ നിന്നും നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ, യെസ്, നിങ്ങളോട് പറയുന്നത്, യൂണിവേഴ്സ് പറയുന്നത് ധൈര്യമായിട്ടിരിക്കാനാണ്. നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ ഇരിക്കൂ, നിങ്ങൾ ആർക്കും വേണ്ടി മാറേണ്ടതില്ല, നിങ്ങൾ ആരെയും പേടിക്കേണ്ടതില്ല. ആൻഡ് ഓൾസോ മിറാക്കിൾസ് ആർ ഓൺ ദ വേ എന്നാണ്. അതായത് അത്ഭുതങ്ങളും പുതിയ പുതിയ തിരിച്ചറിവുകളും കണ്ടെത്തലുകളും സന്തോഷങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇതാ വരാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പൊ ഇത്രയും കാലം നിങ്ങളത് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ, അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഒരു കർമ്മയായിട്ട് നിങ്ങളത് മനസ്സിലാക്കണം, അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കണം. അങ്ങനെ വിചാരിക്കാനേ നമുക്ക് പറ്റുള്ളൂ, അല്ലേ? നമ്മുടെ ഓരോ ജന്മത്തിലും നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള കർമ്മഫലത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഞാൻ ഉൾപ്പെടെ നിങ്ങൾ എല്ലാവർക്കും ഇത് അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലത് തന്നെ അനുഭവിക്കണം, ചീത്തയാണ് ചെയ്തിട്ടുള്ളെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു ഇത് നമ്മൾ അനുഭവിച്ചേ തീരൂ. പക്ഷെ ഭഗവാനിലേക്ക് ലയിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് കുറഞ്ഞു കിട്ടും എന്നുള്ളത് മറ്റൊരു സത്യം കൂടിയാണ്. അതുപോലെ മാനിഫെസ്റ്റ് ചെയ്യാൻ പഠിക്കുക, കൃത്യമായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ ശ്രമിക്കുക. അതൊക്കെ ചെയ്തു കഴിയുമ്പോൾ കുറേയൊക്കെ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് കുറേയൊക്കെ അതിൻ്റെ എഫക്റ്റ് കുറക്കാൻ പറ്റും. അതേ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു ജന്മത്തില്. അപ്പോൾ എന്താന്ന് വെച്ചാൽ ഇവിടെ അത്ഭുതങ്ങളുണ്ട്, അത്ഭുതങ്ങളൊന്നും മാഞ്ഞു പോയിട്ടില്ല, അതൊന്നും വേണ്ടാതെ ആയി പോയിട്ടില്ല. അത്ഭുതങ്ങൾ ഉണ്ട്, നിങ്ങളുടെ വഴിയെ വരുന്നുണ്ട്, നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അതിന് യാതൊരു കാരണവശാലും നിങ്ങൾ സംശയിക്കേണ്ട ആവശ്യമില്ല. അത്ഭുതങ്ങളും സന്തോഷങ്ങളും മാറ്റങ്ങളും ഈ റിലേഷൻഷിപ്പിൽ വരുന്നതാണ്. പക്ഷെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളായിട്ട് നിൽക്കാനാണ് പറയുന്നത്. നിങ്ങൾ ആർക്കും വേണ്ടിയിട്ട് മാറേണ്ടതില്ല. കാരണം നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, നിങ്ങൾ ശരിയായിട്ടുള്ള പാതയിൽ പോകുന്ന ആൾക്കാരാണ്. നിങ്ങളുടെ ചിന്താഗതികളായിക്കോട്ടെ, നിങ്ങളുടെ വിശ്വാസങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ സംസാരമായിക്കോട്ടെ, നിങ്ങളുടെ തീരുമാനങ്ങളായിക്കോട്ടെ, അഭിപ്രായങ്ങളായിക്കോട്ടെ, എല്ലാത്തിനും ഒരു ക്ലാരിറ്റി ഉള്ള ആൾക്കാരാണ്. ആൻഡ് ഓൾസോ അത് നിങ്ങളുടെ പരിധിയിൽ ഈ വ്യക്തി വന്നോളും, അങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുന്നു. ആൻഡ് ഓൾസോ ഈ പേഴ്സൺ ഇവിടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പെർഫെക്ഷൻ ആണ്. അതായത് ഈ റിലേഷൻഷിപ്പിൽ ഭയങ്കരമായിട്ടുള്ള ഒരു പെർഫെക്ഷൻ എനർജി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. അതായത് ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് കുറവുകൾ ഈ റിലേഷൻഷിപ്പിലുണ്ട്. അത് കൂടുതലും കുറവുകൾ വരുന്നത് ഈ വ്യക്തിയിലൂടെയാണ്. ഓക്കെ, ഈ വ്യക്തിയിലൂടെയാണ് ആ കുറവുകൾ വരുന്നത്. കാരണം നിങ്ങൾ പലപ്പോഴും ഒരുപാട് കാര്യങ്ങളിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് എന്നും കരുതി ഭയങ്കര പെർഫെക്റ്റ് ആണെന്നല്ല, നിങ്ങളുടെ ഭാഗത്തും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്, ഓൾ റൈറ്റ്. പക്ഷെ എങ്കിൽ പോലും ഈ പേഴ്സൺ ആണ് എപ്പോഴും നിങ്ങളായിട്ട് കണക്റ്റ് ആവാതെ കിടക്കുന്നത്. ചിലപ്പോൾ ഈ പേഴ്സണ് കുറച്ചുകൂടി ബാഡ് കർമ്മ, മോശപ്പെട്ട കർമ്മങ്ങൾ കൂടുതൽ ഉണ്ടായിരിക്കാം, അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ആളങ്ങനെ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു പെർഫെക്ഷൻ കൊണ്ടുവരാനായിട്ട് ഈ പേഴ്സൺ ഇപ്പൊ ശ്രമിക്കുന്നുണ്ട്. കാരണം ഈ പേഴ്സൺ സ്വയം മനസ്സിലാക്കുന്നുണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ഇനിയും പരിഹരിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയോ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇനിയും എടുത്തു കളയേണ്ടതായിട്ടുണ്ട്. ഇത് ഇനിയും ആകാനായിട്ടുണ്ട്, ഇനിയും വൃത്തിയാക്കാനായിട്ടുണ്ട് ഈ ഒരു പ്രണയബന്ധം. ഇതിലെവിടേക്കോ ചെറുതായിട്ട് അവിടെ ഇവിടേക്ക് ആയിട്ട് കാണാമറയത്ത് ചില അഴുക്കുകൾ പറ്റിക്കിടക്കുന്നുണ്ട്. അപ്പൊ അത് ക്ലീൻ ആക്കി പെർഫെക്ഷൻ ആക്കി എടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളൊരു ചിന്ത ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട്. പലപ്പോഴും നിങ്ങളും ഈ വ്യക്തിക്ക് ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ടാകാം. അതായത് ഓക്കെ, ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല, ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല, നമുക്കിത് ശരിയാക്കി എടുക്കണം, ഇതിങ്ങനെയൊന്നും പോകേണ്ട പ്രണയബന്ധമല്ല എന്ന് നിങ്ങൾ പോലും ഈ പേഴ്സണ് ഒരു ഇത് തിരിച്ചറിവ് കൊടുത്തിട്ടുണ്ടാകണം, ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ടാകണം. പക്ഷെ ഈ പേഴ്സൺ അത് കേൾക്കാനോ മനസ്സിലാക്കാനോ തയ്യാറായിട്ടില്ലായിരിക്കാം. പക്ഷെ ഇപ്പൊ ആ ഒരു ചിന്ത ഈ വ്യക്തിയിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഈ പേഴ്സൺ എന്താണ് ഏറ്റവും കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത്? ടുഗെദർ ആണ്. അതായത് നിങ്ങളുമായിട്ട് ഒരുമിച്ച് നല്ലൊരു സമയം ചെലവഴിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഒരുമിച്ച് നിൽക്കുക, ഒരുമിച്ച് ആഘോഷിക്കുക, ആ ഒരു ലെവലിലാണ്. എൻഡിങ്സ് ആർ ഇൻവിറ്റബിൾ ആണ്. അതായത് ചില അവസാനങ്ങൾ അനിവാര്യമാണ്. അതായത്
ഇവിടെ ഇപ്പോൾ ചില കാര്യങ്ങൾ ഈ പേഴ്സന്റെ ജീവിതത്തിൽ നിന്ന് പോയിട്ടുണ്ട്, നിലംപതിച്ചു പോയിട്ടുണ്ട്. അത് ഈ പറയുന്നത് പോലെ നെഗറ്റീവ് എനർജികളായിരിക്കാം, അല്ലെങ്കിൽ ചില ബാഡ് കാർമിക് ആയിട്ടുള്ള പാറ്റേൺസ് ആയിരിക്കാം, മോശപ്പെട്ട കർമ്മത്തിന്റെ ഫലമായിട്ട് വരുന്ന ചില വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കാം, തടസ്സങ്ങളായിരിക്കാം, തേർഡ് പാർട്ടി ആയിട്ടുള്ള കണക്ഷൻ ആയിരിക്കാം, ശത്രുക്കളുടെ കടന്നാക്രമണങ്ങളായിരിക്കാം, എന്തൊക്കെയോ കാര്യങ്ങൾ ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. പക്ഷെ ആ അവസാനത്തിലൂടെ നിങ്ങളുമായിട്ടുള്ള പുതിയ തുടക്കത്തിലേക്കാണ് ഈ പേഴ്സൺ വരാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ഈ പേഴ്സന്റെ ലൈഫിൽ അവസാനിച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയും അത് മോശമായിട്ട് ബാധിക്കാനും പോണില്ല. പകരം ഒരു അനുഗ്രഹമായിട്ടാണ് അത് മാറാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഓൾസോ ദ ഓവറോൾ എനർജി ഈസ് ദ വിച്ച് ജസ്റ്റിസ് ഇസ് കമ്മിങ് എന്നുള്ളതാണ്. ന്യായം ഇതാ വരാൻ പോകുന്നു, നീതിയും ന്യായവും ഇതാ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരാൻ പോകുന്നു. നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ വ്യക്തിയെ ഓർത്ത് സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ദുരിതപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു സങ്കടമെല്ലാം സന്തോഷമായി മാറാൻ പോകുന്നു. നിങ്ങളുടെ കണ്ണീര് എന്നേക്കുമായി തുടച്ചിട്ട് നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ഒരു ലെവലിലേക്ക് ആയി മാറാൻ പോകുന്നു. അത് യൂണിവേഴ്സും തീരുമാനിക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ പേഴ്സണും അതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു കാർമിക്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന, കർമ്മ സംബന്ധമായിട്ടുള്ള കാർമിക് എനർജിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെയും നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വരാത്തത്. ഓക്കെ, പക്ഷെ അതിന്റെ പല എഫക്റ്റും കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുടെ സാന്നിധ്യം കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. ആൻഡ് ഓൾസോ നിങ്ങളിപ്പോൾ ഈ പേഴ്സണായിട്ട് ഒരുമിച്ച് നിൽക്കുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഡിസ്കൗണ്ട് ഇന്നത്തോടുകൂടി തീരുകയാണ്. അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ ഈ വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. ഇന്നും കൂടി ഉള്ളൂ. ഓക്കെ, ഇന്നും കൂടി അവൈലബിൾ ആയിരിക്കുള്ളൂ. സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.